There are many methods to measure poetry, and the best example is touchstone method by Matthew Arnold. കവിത എന്താണ്, ആ കവിത ഒരു നല്ല കവിത എങ്ങനെയായിരിക്കണം എന്നൊക്കെ പല താത്വികന്മാരും വിവരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. മാത്യു അർണോൾഡിന്റെ, വിക്ടോറിയൻ പോയറ്റായ മാത്യു അർണോൾഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ്. അദ്ദേഹം ടച്ച് സ്റ്റോൺ മെത്തേഡിൽ പറയുന്നത് ശ്രേഷ്ഠരായ കവികൾ എഴുതിയ ലൈൻസ് കമ്പയർ ചെയ്തായിരിക്കണം കവിതയെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്നാണ് ടച്ച് സ്റ്റോൺ മെത്തേഡിൽ പറയുന്നത്. Here we are discussing such a topic, Repeat Out Dead Poets Society by Peter Weir. FIUGP ഹ്യൂമാനിറ്റീസ് ആൻഡ് ഹിസ്റ്ററി ആ വിഭാഗത്തിൽപ്പെട്ട AEC-യിൽപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ആൻഡ് ഇറ്റ് ഈസ് എ മൂവി ഡയറക്റ്റഡ് ബൈ പീറ്റർ വെയർ ആൻഡ് റിട്ടൺ ബൈ ഷൂൽമാൻ ദാറ്റ് കെയിം ഔട്ട് ഇൻ 1989. 1989 ഷൂൾമാൻ എഴുതി പീറ്റർ വെയർ ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണിത്. ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് മീറ്റ് ദെയർ ന്യൂ ഇംഗ്ലീഷ് ടീച്ചർ ജോൺ കീറ്റ്ലി അറ്റ് ന്യൂ ഇംഗ്ലണ്ട് ബോർഡിംഗ് സ്കൂൾ. ന്യൂ ഇംഗ്ലണ്ട് ബോർഡിംഗ് സ്കൂളിൽ ഒരു കൂട്ടം കുട്ടികൾക്ക് മുന്നിൽ അവരുടെ പുതിയ ഇംഗ്ലീഷ് അധ്യാപകൻ ജോൺ കീറ്റിംഗ് എന്ന പുതിയ ഇംഗ്ലീഷ് അധ്യാപകൻ വരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇൻസ്പിറേഷനാണ്. ആ കുട്ടികൾക്ക് ആ ഇൻസ്പിറേഷനിലൂടെ, അദ്ദേഹത്തിന്റെ ഇൻസ്പയറിംഗ് വേർഡ്സിലൂടെ ഉള്ള മാറ്റങ്ങളാണ് ഈ കഥയിൽ ഈ മൂവിയിൽ വിവരിക്കുന്നത്. ആൻഡ് കാർപ്പേദിയം ഈസ് ഹിസ് സ്ലോഗൻ, ദറ്റ് ഈസ് സീസ് ദ ഡേ. കാർപ്പേദിയം എന്ന ലാറ്റിൻ ഫ്രേസ്, അതാണ് അദ്ദേഹത്തിന്റെ സ്ലോഗൻ. അതായത് സീസ് ദ ഡേ, ലിവ് അറ്റ് പ്രസന്റ്. ആ ഓരോ നിമിഷവും ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്ന് പറയുന്ന എപ്പിക്യൂറിയൻ തിയറി പോലെ തന്നെയാണ് സീസ് ദ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കുക, ജീവിതം എന്നത് ആസ്വദിക്കാനുള്ളതാണ് എന്ന ആ ഒരു ഫിലോസഫിയാണ് ജോൺ കീറ്റിങ്ങിന് ഉള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതൊരു മൂവിയാണ്. ആൻഡ് ദിസ് മൂവി വാസ് ഡയറക്റ്റഡ് ബൈ പീറ്റർ വെയർ. ആൻഡ് പീറ്റർ വെയർ is an Australian film director, and the chapter here is Repeat Out, and it is from the movie Dead Poets Society. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ് എ ക്ലാസ് റൂം സീൻ. ഇതിൽ നമുക്കൊരു ക്ലാസ് റൂം സീനാണ്, റിപ്പീറ്റ് ഔട്ട് സീനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു സീനിൽ ഒരു ക്ലാസ് റൂം സീനാണ്. വെയർ Mr. John Keating, the newly appointed English teacher, asked the learners to rip off a page from their textbook that is full of academic jargon on the history and technicality of poetry. ഈ ഒരു സീൻ ക്ലാസ് റൂം സീനാണ്. അതിൽ അവരുടെ പുതിയ ഇംഗ്ലീഷ് ടീച്ചർ നമ്മൾ പറഞ്ഞു, ജോൺ കീറ്റിംഗ് എന്ന ഇംഗ്ലീഷ് ടീച്ചർ, അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുന്നു. ആ സംസാരത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നത് അവർക്ക് ഒരു പുസ്തകത്തിൽ ഒരു പേജ് കീറിക്കളയാനാണ്. ആ ഒരു പേജ് കീറാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നതിന് കാരണം ഇറ്റ് ഈസ് ഫുൾ ഓഫ് അക്കാദമിക് ജാർഗൻസ്, കുറേ ടെക്നിക്കൽ വേർഡ്സും അതേപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള ടേംസ് ഒക്കെ എഴുതിയ കുറേ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നിക്കൽ ടേംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കുത്തി നിറച്ച ഒരു പേജാണ്. ആ പേജ് കീറിക്കളയാൻ അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെടുന്നു. ഇതാണ് രംഗം. He asked a student to read the introduction of a poetry text titled Understanding Poetry, written by Dr. J. Evans Pritchard, PhD. ഇവിടെ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഡോക്ടർ ജെ ഇവാൻസ് പ്രിച്ചാർഡ് എന്ന PhD ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പോയട്രി, കവിതയുമായി ബന്ധപ്പെട്ട പുസ്തകം. പുസ്തകത്തിന്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് പോയട്രി എന്ന പുസ്തകം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാൻ ഒരു കുട്ടിയോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പുതിയ ഇംഗ്ലീഷ് ടീച്ചറാണ്. ആൻഡ് ദി ആർട്ടിക്കിൾ ഇസ് എ കോംപ്ലിക്കേറ്റഡ് ഡിസ്കോഴ്സ് ഓൺ മെഷറിംഗ് ദ ഗ്രേറ്റ്നെസ് ഓഫ് എ പോയം. ആ ആർട്ടിക്കിളിൽ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെ ഒരു കവിതയെ നമുക്ക് മെഷർ ചെയ്യാം, അതിൻ്റെ ഗ്രേറ്റ്നെസ്, ഒരു കവിത നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം, അതിൻ്റെ ഗ്രേറ്റ്നെസ് എങ്ങനെ അളക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ ചർച്ചകളാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ ലേണർ റിയലൈസ് ഹൗ മീറ്റർ, റിതം ആൻഡ് ഫിഗർ ഓഫ് സ്പീച്ച് മാറ്റർ ഇൻ എ പോം, ആൻഡ് ദ പെർഫെക്ഷൻ ഓഫ് ഫോം ഈസ് ദ മെഷർ ഓഫ് എ പോംസ് ഗ്രേറ്റ്നെസ്.
ഇത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് എന്താണ് മീറ്റർ എന്ന് മനസ്സിലാകും. അതേപോലെ തന്നെ റൈം എന്താണ്, ഫിഗർ ഓഫ് സ്പീച്ച്, ഇതൊക്കെ നമുക്കറിയാം. എന്താണ് മീറ്റർ, അയാംബിക് പെന്റാമീറ്റർ എന്ന സാധാരണ ഉപയോഗിക്കുന്ന മീറ്റർ, അതേപോലെ തന്നെ റൈം സ്കീം, അതേപോലെ തന്നെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്, സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, സിനക്ഡക്കി, അങ്ങനെ തുടങ്ങിയ ഫിഗർ ഓഫ് സ്പീച്ച് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ദ പെർഫെക്ഷൻ ഓഫ് ഫോം, ദാറ്റ് ഈസ് ദി മെഷർ ഓഫ് ഫോംസ് ഗ്രേറ്റ്നെസ്. അതിലെ പെർഫെക്ഷൻ, അതിൻ്റെ സ്ട്രക്ചറിന്റെ പെർഫെക്ഷൻ, അതാണ് ഒരു കവിതയുടെ എന്താണ് ഗ്രേറ്റ്നെസ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് അതിനകത്ത് വിവരിക്കുന്നത്. ആൻഡ് കീറ്റിംഗ് ഡ്രോസ് എ ഗ്രാഫ് ഓൺ ദ ബോർഡ്. ഈ ഇൻട്രൊഡക്ഷൻ വായിച്ചതിന് ശേഷം കീറ്റിംഗ് ഒരു ഗ്രാഫ് ബോർഡിൽ വരയ്ക്കുന്നു. ദ സ്റ്റുഡൻസ് ബ്ലൈൻഡ്ലി കോപ്പി ദിസ് ഗ്രാഫ് ഓൺ ദി നോട്ട്ബുക്ക്. അദ്ദേഹം ബോർഡിൽ വരച്ച ആ ഗ്രാഫ് കുട്ടികൾ അതുപോലെ തന്നെ നോട്ട്ബുക്കിൽ കോപ്പി ചെയ്യുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് റീഡിംഗ്, കീറ്റ്ലി ആസ്ക്ഡ് ദം ടു ടിയർ ഓഫ് ദ പേജ്. ഇത് വായിച്ചതിന് ശേഷം നമ്മൾ പറഞ്ഞു കുട്ടികൾ അത് അതേപോലെ പകർത്തുകയാണ്. കുട്ടികൾക്ക് എന്താണ് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഇതിങ്ങനെ ഒരു പകർത്തിയതിന് ശേഷം അദ്ദേഹം കുട്ടികളോട് പറയുന്നു ടു ടിയർ ഓഫ് ദ പേജ്. ആ പേജ് കീറിക്കളയാൻ പറയുന്നു. അതായത് നിങ്ങൾ നേരത്തെ വായിച്ച ആ ചാപ്റ്ററിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കീറിക്കളയാൻ പറയുന്നു. ആൻഡ് ദ സ്റ്റുഡൻസ് ടിയർ ദ പേജ് വിത്ത് ഗ്രേറ്റ് വിഗർ ആഫ്റ്റർ ഇനീഷ്യൽ ഹെസിറ്റേഷൻ. ആദ്യം ഈ അധ്യാപകൻ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല കുട്ടികൾ. കാരണം പേജിന്റെ ആ ബുക്കിന്റെ പേജാണ് കീറിക്കളയാൻ പറയുന്നത്. പിന്നീട് കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടി ആ പേജ് കീറുന്നു. ആൻഡ് ഹി സേസ് ബി ഗോൺ ഇവാൻസ് പ്രിച്ചാർഡ് PhD. അദ്ദേഹം ആ പേപ്പർ കുട്ടികൾ കീറുന്ന സമയത്ത് പറയുന്നു ബി ഗോൺ ഇവാൻസ് പ്രിച്ചാർഡ് PhD. അദ്ദേഹമാണ് ആ പുസ്തകം എഴുതിയത്, അദ്ദേഹം പൊയ്ക്കോട്ടെ എന്ന് പറയുന്നു. ആൻഡ് അനദർ ടീച്ചർ കെയിം ദെയർ ഹിയറിംഗ് ദ കൊമോഷൻ. ആ ഒരു ബഹളം കേട്ടിട്ട് ആ ക്ലാസ്സിലെ ആ ഒരു വളരെ വൈറ്റാലിറ്റിയോട് കൂടിയാണ് കുട്ടികൾ ഈ പേജ് കീറുന്നതും അതിങ്ങനെ പറത്തി കളിക്കുന്നതും. ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് മറ്റൊരു അധ്യാപകൻ അവിടേക്ക് വരുന്നു. ആൻഡ് ഹി ഗെറ്റ്സ് ഷോക്ക്ഡ് ബട്ട് ലീവ്സ് വിതൗട്ട് സീയിങ് എനിത്തിങ്. അദ്ദേഹം അവിടെ വന്ന് ഈ ഒരു എന്താണ് ആ ഒരു അന്തരീക്ഷം കാണുന്നു, ആ ക്ലാസ്സിന്റെ ആ ഒരു അലങ്കോലപ്പെട്ട അവസ്ഥ കാണുന്നു. അതായത് കുട്ടികൾ വളരെ ഫ്രീ ആയിട്ട് ആ പുസ്തകം വലിച്ചു കീറിയിട്ട് ഇങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ കാണുന്നു. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. ആൻഡ് കീറ്റിംഗ് സേസ് അഗെയിൻ ദാറ്റ് ദേ ആർ വേജിങ് എ വാർ വേർ ദി കാഷ്വാലിറ്റീസ് മൈറ്റ് ബി ദെയർ ഹാർട്ട് ആൻഡ് സോൾ. ഇവിടെ കീറ്റിംഗ് പറയുന്നു നിങ്ങൾ ഇപ്പൊ ചെയ്തത് എന്താണ്, യു ആർ വേജിങ് എ വാർ. നിങ്ങൾ ശരിക്കും ഒരു യുദ്ധമാണ് ഇപ്പൊ നടത്തിയത്. കാരണം എന്തായിരിക്കണം, യുവർ കാഷ്വാലിറ്റീസ്, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മസ്റ്റ് ബി യുവർ ഹാർട്ട് ആൻഡ് യുവർ സോൾ. നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ആത്മാവിനുമായിരിക്കണം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഫോർ എൻജോയ്മെന്റ്. നിങ്ങളുടെ സന്തോഷത്തിനായിരിക്കണം ഒരു കവിത വായിക്കേണ്ടത്. ഒരു കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സന്തോഷം കിട്ടണം. അല്ലാതെ അതിന്റെ കവിത എന്താണ്, മീറ്റർ എന്താണ്, സ്ട്രക്ചർ എന്താണ്, അതിന്റെ എന്താണ് റൈം സ്കീം എന്താണ്, ഇതൊന്നുമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം. നമ്മൾ ഇൻട്രൊഡ്യൂസിങ് എന്താണ് പോയട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിരുന്നത് തന്നെ. അതായത് എന്താണ് നമ്മളുടെ ഫ്രോസ്റ്റിന്റെ കവിത ഹെഡിങ് ഒഴിവാക്കി, കവിയുടെ പേര് ഒഴിവാക്കി കുട്ടികൾക്ക് കൊടുത്ത സമയത്ത് പല പല ഇന്റർപ്രിട്ടേഷൻ വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്രത്തോളം കുട്ടികൾക്ക് ഇമാജിനേറ്റീവ് പവർ ആണുള്ളത്. നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ കൊടുക്കാതെ എന്താണോ കവിത അതങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്താൽ പല ഇന്റർപ്രിട്ടേഷനും വരാൻ കഴിയും. ഭാവനകളുടെ ആ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. പല വിധത്തിലുള്ള ആ ഒരു ഫ്ലൈങ് കപ്പാസിറ്റി, കുട്ടികളുടെ ആ ഒരു പറക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാവനയുടെ പറക്കൽ നമുക്ക് കാണാൻ സാധിക്കും. പല പല ഇന്റർപ്രിട്ടേഷനും നമുക്ക് കിട്ടും. കവി ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ കിട്ടും. അതുകൊണ്ട് എന്താണ് മീറ്ററും ഋതവും അതും ഇതും ഒന്നുമല്ല ഒരു കവിതയുടെ മഹത്വം തീരുമാനിക്കേണ്ടത്. മറിച്ച് വായനക്കാരുടെ മനസ്സാണ് ഒരു ഗ്രേറ്റ്നെസ്, ഒരു കവിതയുടെ ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഒരു കൃതിയുടെ ഗ്രേറ്റ്നെസ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇതിലൂടെ സ്ഥാപിക്കുന്നത്. ആൻഡ് the war is against the people who try to sterilize poetry by giving ways to measure the greatness of a poem. ഇതിൽ അദ്ദേഹം പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ഒരു യുദ്ധമാണ് നടത്തിയത്. കാരണം നിങ്ങൾ നടത്തിയ യുദ്ധം ആർക്കെതിരെയാണ്? ദോസ് പീപ്പിൾ ഹു ട്രൈ ടു സ്റ്റെറിലൈസ് പോയട്രി. പോയട്രിയെ സ്റ്റെറിലൈസ് ചെയ്യാൻ, നിർവീര്യമാക്കുക. എങ്ങനെയാണ്? ബൈ ഗിവിങ് മെഷർ ടു
ബൈ ഗിവിംഗ് വേസ് ടു മെഷർ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദി പോം. ഒരു കവിതയുടെ മഹത്വം എന്താണെന്ന് അളക്കാൻ വേണ്ടി പല പല മാർഗങ്ങൾ കൊടുക്കുന്ന ആളുകൾക്ക് എതിരെയുള്ള യുദ്ധമാണ് നിങ്ങൾ നടത്തുന്നത്. കാരണം അങ്ങനെ മാർഗങ്ങൾ കൊടുത്തിട്ട് കവിതയെ ഇല്ലാതാക്കി നിർവീര്യമാക്കി മാറ്റുക. കവിതയുടെ എസെൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലെ റൈമും സ്കീമും സ്ട്രക്ചറും മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിലുള്ള വൈറ്റാലിറ്റി എന്താണെന്ന് അറിയണം. ആൻഡ് ഹി റിവീൽസ് ദാറ്റ് ലേണേഴ്സ് വിൽ തിങ്ക് ഫോർ ദംസെൽസ് അഗെയിൻ ആൻഡ് സെവർ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്. അദ്ദേഹം പറയുന്നത് റീഡേഴ്സ് അല്ലെങ്കിൽ ലേണേഴ്സ് വിൽ തിങ്ക് ഓഫ് ദ വേർഡ്സ്, അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ എന്താണെന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ആൻഡ് സാവർ ദ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, ആൻഡ് സാവർ ദ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്, അതിനുള്ളിലെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാതെ അതിനുള്ളിലുള്ള ജീവൻ എന്താണ്, അതിനുള്ളിലുള്ള അർത്ഥതലങ്ങൾ എന്താണെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ വായനക്കാർ കണ്ടുപിടിക്കണം. ആൻഡ് ഹീസ് ഷുവർ ദാറ്റ് വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതാണ് അദ്ദേഹം പറയുന്നത്, വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അങ്ങനെ പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുമ്പോൾ ദ വേർഡ്സ് ആൻഡ് ഐഡിയാസ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്, ലോകത്തിൽ മാറ്റം കൊണ്ടുവരാൻ പല വാക്കുകൾക്കും കഴിയും. നമ്മൾക്കറിയാം പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വോർഡ് എന്നാണ്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് കവിത. അതേപോലെ തന്നെ പോയട്രിയിലൂടെ വിപ്ലവം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരുപാട് നേതാക്കളുണ്ട്, ഒരുപാട് വിപ്ലവ കവികളുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ആ ഒരു ശ്രേഷ്ഠതയിലൂടെ വിപ്ലവത്തിലൂടെ നമുക്കറിയാം W.B. yeatsന്റെ കവിതകളൊക്കെ ആ ഒരു ഐറിഷ് ലിറ്റററി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കവിതകളും അങ്ങനെയുള്ള കവിതകളാണ്. അപ്പോൾ ഈ മാറ്റം ലോകത്തിന് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ഡിലൻ തോമസിന്റെ കവിതകൾ പഠിച്ചു, അതേപോലെ തന്നെ ബോബ് ഡിലന്റെ കവിതകൾ, അങ്ങനെയുള്ള പല കവിതകൾക്കും മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ചേഞ്ചിങ് ദ വേൾഡ്, ലോകത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ വേർഡ്സിന് കഴിയുന്നുണ്ട്. ആ മാറ്റം അല്ലെങ്കിൽ ആ വാക്കുകളുടെ പവർ നമ്മൾ തിരിച്ചറിയണം. ആൻഡ് ഹി ആർഗ്യൂസ് ദാറ്റ് 19th century ലിറ്ററേച്ചർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് എൻജോയ്മെന്റ്. അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നു, നത്തിങ് ക്യാൻ ഡു വിത്ത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ എൻജോയ്മെന്റ്. 19ാം നൂറ്റാണ്ടിലെ കവിതകളെയാണ് അദ്ദേഹം പറയുന്നത്. 19ാം നൂറ്റാണ്ടിലെ കവിതകൾക്ക് ദർ ഇസ് നോ റോൾ ഇൻ എൻജോയ്മെന്റ്. എൻജോയ്മെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കവിതകളാണ്. കാരണം ആ ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് എൻജോയ്മെന്റിന് പ്രാധാന്യം കൊടുക്കാത്ത, അല്ലെങ്കിൽ കവിതകളിൽ അതുണ്ടോ ഇതുണ്ടോ എന്ന് മാത്രം, അതായത് സ്ട്രക്ചർ ഉണ്ടോ അല്ലെങ്കിൽ അതിന് എന്താണ് റിതമുണ്ടോ റൈമുണ്ടോ മീറ്റർ ഉണ്ടോ ഇത് മാത്രം നോക്കുന്ന കവിതകളായിരുന്നു 19th century. ആ 19th century കവിതകൾക്ക് പ്രാധാന്യം, അതിലുള്ള ആ ഒരു എൻജോയ്മെന്റിന്റെ പ്രാധാന്യമില്ല. നമ്മൾ പറഞ്ഞു റൊമാൻറ്റിക് ഏജിലൊക്കെ ആ ഒരു ഐഡിയാസ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 19ാം നൂറ്റാണ്ടിലെ കവിതകൾക്ക് എൻജോയ്മെന്റിന് പ്രാധാന്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ദ ലേണേഴ്സ് ആർ ഫോഴ്സ്ഡ് ടു സ്റ്റഡി ഇറ്റ് ആസ് പാർട്ട് ഓഫ് ദെയർ കരിക്കുലം. ഈ ലേണേഴ്സ് ഈ 19ാം നൂറ്റാണ്ടിലെ കവിതകൾ പഠിച്ചത് ആസ് പാർട്ട് ഓഫ് ദെയർ കരിക്കുലം. അവരുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട്, അവർക്ക് പഠിക്കാനുള്ള വിഷയത്തിന്റെ ഭാഗമായി മാത്രമാണ് അവർ പഠിച്ചത്, അല്ലാതെ എൻജോയ് ചെയ്ത് പഠിച്ചതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഹി റിവീൽസ് ദാറ്റ് വി ഡു നോട്ട് റീഡ് ഓർ റൈറ്റ് പോയട്രി ബിക്കോസ് ഇറ്റ് ഈസ് ക്യൂട്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ ഒരിക്കലും കവിത വായിക്കുകയോ അല്ലെങ്കിൽ കവിത പഠിക്കുകയോ ചെയ്യാറില്ല. കാരണം അത് നല്ലതാണ് എന്ന് പറഞ്ഞൊരിക്കലും കവിത വായിച്ച് പഠിക്കില്ല. കാരണം നമ്മളുടെ സിലബസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ മാത്രമാണ് നമ്മൾ കവിത പഠിക്കുകയുള്ളൂ. നോവലുകൾ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ നാടകങ്ങൾ, ഇവയൊക്കെ നമ്മൾ സിലബസിന്റെ ഭാഗം അല്ലെങ്കിലും വായിക്കാറുണ്ട്, എൻജോയ്മെന്റിന് വേണ്ടി വായിക്കാറുണ്ട്. അതേസമയം ഈ കവിതകൾ നമ്മൾ ഒരിക്കലും എൻജോയ്മെന്റിന് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞൊരിക്കലും നമ്മൾ വായിക്കാറില്ല. ബിക്കോസ് നമ്മൾക്കൊരു ചിന്തയുണ്ട്, കാരണം ഒരു നല്ല കവിത എന്ന് പറയുന്നത് മീറ്ററും സ്ട്രക്ചറും ഒക്കെ ഉള്ളതാണ് എന്ന്. അതുകൊണ്ട് ഒരിക്കലും എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കവിത വായിക്കാറില്ല. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് വി ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ റേസ് ആൻഡ് ഹ്യൂമൻ റേസ് ഈസ് ഫിൽഡ് വിത്ത് പാഷൻ. മനുഷ്യവർഗം എന്താണ്? വി ആർ മെമ്പേഴ്സ് ഓഫ് ദി ഹ്യൂമൻ റേസ്. മനുഷ്യവർഗത്തിൽ ഉൾപ്പെട്ട ആളുകളാണ് നമ്മൾ. അതേപോലെ തന്നെ ഈ മനുഷ്യവർഗത്തിൽ ഉൾപ്പെട്ടതാണ് വികാരങ്ങൾ. ബ്യൂട്ടി, പോയട്രി, റൊമാൻസ് ആൻഡ് ലവ് ആർ ദി ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് അസ് എലൈവ്. നമ്മളെ ജീവൻ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നമ്മളിലെ ആ ഒരു ഉണർവ് നിലനിർത്തുന്നത്
എന്താണ് കവിതയാണ്, അതേപോലെ തന്നെ റൊമാൻസ്, സ്നേഹം, ബ്യൂട്ടി, ഇതൊക്കെയാണ് നമ്മളിൽ ആ ഒരു എനർജി നിലനിർത്തുന്നത്. ആൻഡ് ഹി അഷ്യൂർസ് ദാറ്റ് he is successful in giving his learners a new perspective of life, poetry and identity. അദ്ദേഹം ക്ലാസ്സിൽ പറയുന്നു, ഈ ഒരു പേജ് കീറുന്നതിലൂടെ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ ഹി ബിക്കം എ സക്സസ്ഫുൾ ടീച്ചർ, ഒരു നല്ല ടീച്ചറായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം കുട്ടികൾക്ക് ദേ വിൽ ഗെറ്റ് ഓർ ദേ ഓൾറെഡി ആർ ഗിഫ്റ്റഡ് വിത്ത് the concept or new perspective on life, poetry and identity. പോയട്രി എന്താണ്, ഐഡന്റിറ്റി എന്താണ്, ലൈഫ് എന്താണ് എന്നതിനെ കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് അവർക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് താൻ ഒരു സക്സസ്ഫുൾ ടീച്ചറാണ് എന്ന് ജോൺ കീറ്റിംഗ് പറയുന്നു. ഇവിടെയാണ് റിപ്പീറ്റ് ഔട്ട് എന്ന ഈ ഒരു സീനാണ് ഇത്രയുള്ളത്. ഈ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ റിപ്പീറ്റ് ഔട്ട് എന്ന ഈ ചാപ്റ്ററിൽ ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി എന്ന ഒരു ഫിലിമാണിത്. ഡെഡ് പോയറ്റ്സ് സൊസൈറ്റി എന്നുള്ളത്, ഇവിടെ ഡെഡ് പോയറ്റ്സ് എന്ന് പറയുന്നത് മരിച്ചുപോയ പോയറ്റ്സ്, അതായത് ഇപ്പോൾ ഉള്ള മരിച്ചുപോയ പോയറ്റ്സ് എന്ന് പറയുന്നത് അവർ കണക്കാക്കിയത് പോയട്രി ഈസ് ഫോർ എൻജോയ്മെന്റ് എന്നാണ്. പക്ഷേ ആ ഒരു സമൂഹം, അതായത് പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ സ്ട്രക്ചർ, അല്ലെങ്കിൽ the greatness of poetry should be based on structure, rhythm, meter, അങ്ങനെയുള്ള ആ സമൂഹം, അതല്ല നമുക്ക് വേണ്ടതെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ഔട്ട് എന്ന ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ഹൗ പോയട്രി ക്യാൻ ചേഞ്ച് ദ വേൾഡ്, അല്ലെങ്കിൽ എന്താണ് ഹൗ കീറ്റിംഗ് സജസ്റ്റ് ദാറ്റ് പോയട്രി ക്യാൻ ചേഞ്ച് ദ വേൾഡ്, ആ ആശയം എങ്ങനെയാണെന്നും ചോദിക്കാം. These are the main points. Hope you enjoyed it. Thank you.